അതുപോലെ തന്നെ പുതിയ സ്ഥാപനത്തിലേക്ക് മാറ്റിയ ദൃശ്യ സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം ഇതിൻ്റെ എന്താ പറയുക, മുതലാളി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുന്നു. ഈ പറഞ്ഞ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഇലക്ഷൻ മുതലാണ് എനിക്ക് അദ്ദേഹത്തിന് പരിചയം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തിനെ തന്നെയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു സ്ഥാപനം ഈ പറഞ്ഞ കല്യാണവും അതുപോലെ മറ്റെല്ലാ ഫംഗ്ഷൻസിലും വളരെ ഉപയോഗപ്രദമാവും എന്നുള്ളതും വളരെ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വലിയ ഉപയോഗപ്രദമാവുന്ന ഒരു സ്ഥാപനം തന്നെയായിരിക്കും ദൃശ്യ സ്റ്റുഡിയോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ ഒരു സ്ഥാപനത്തിന് ഒരുപാട് ഉയർച്ചകൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാട്ടാക്കടയിലാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ദൃശ്യ ഡിജിറ്റൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തേക്കുകയാണ്. 20 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് അവർക്കുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിലും ഈ ഇനോഗ്രേഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിലും. പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു, പാർട്ടിപരമായിട്ടും അല്ലാതെ ആർട്ടിസ്റ്റ് പരമായിട്ടൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇതിനെക്കാട്ടിയൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ആ നമ്മുടെ ഓണറായ ചേട്ടൻ 20 വർഷം കൊണ്ട് കാണുന്ന ഒരു മാമന് ആണ് ഉദ്ഘാടനത്തിന് റിബൺ കട്ട് ചെയ്യാനായിട്ട് ആൾ സെലക്ട് ചെയ്തത്. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. കാര്യം അങ്ങനെ ഒരു മനസ്സ് കാണിച്ച സാറിന് ഇനി ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ഒരുപാട് ബ്രാഞ്ചസുകൾ വരട്ടെ, നമ്മുടെ സിറ്റിക്കുള്ളിലായാലും ഒരുപാട് ജില്ലകളിലായാലും. അതിനൊക്കെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ദൃശ്യ ബിനു. എൻ്റെ ദൃശ്യ സ്റ്റുഡിയോ ഇന്ന് 10 മണിക്ക് ബസ് സ്റ്റാൻഡിന് മുൻവശത്തായിട്ട് പുതുതായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ബസ് സ്റ്റാൻഡിൻ്റെ പുറകു സൈഡിൽ പാലക്കുള ലൈനിലായിരുന്നു എൻ്റെ സ്ഥാപനം. പല കസ്റ്റമേഴ്സിൻ്റെയും സുഹൃത്തുക്കളുടെയും ആവശ്യമായിരുന്നു ഞാൻ ബസ് സ്റ്റാൻഡിന് മുന്നിലോട്ട് വരണമെന്നും സ്ഥാപനം കുറച്ചും കൂടി വിപുലീകരിക്കണമെന്നുള്ളത്. അത് ഇന്ന് സാധിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇതുവരെ എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു.